ഓൾ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ധനം, സന്താന ഗുണം, ഭാഗ്യം, ദൈവാധീനം, അനുഭവയോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ്, ഇതൊക്കെയും തന്നെ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. അതുപ്രകാരം ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിക്കാനും അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് മേടക്കൂറിൽ വരുന്നത്. മേടക്കൂറുകാർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് മാറുകയാണ്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. കർമ്മസ്ഥാനചലനവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇഷ്ടക്കേടും ബുദ്ധിപൂർവം തരണം ചെയ്യാനായിട്ട് ശ്രമിക്കണം. വിദ്യാർത്ഥികൾ അലസത വർദ്ധിക്കാതെ നോക്കണം. ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെയൊക്കെയും തന്നെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ത്വക്ക് രോഗം, അലർജി, ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. ആ കാര്യത്തിലും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇടവക്കൂറ് കാർത്തിക 1/4 ഭാഗം, രോഹിണി, മകൈര്യം അരഭാഗവുമാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. ദൈവിക കാര്യങ്ങളിൽ ഇക്കൂട്ടർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ മാറി വിവാഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിച്ച പോലെയുള്ള വിവാഹം തന്നെ നടക്കാനുള്ള ഒരു കാലമായിരിക്കും ഇത്. അതുപോലെ പുതിയ ഗൃഹമോ വാഹനങ്ങളോ ഒക്കെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട്ടിലേക്ക് ധാരാളം അതിഥികൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സഹായത്തിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അതിനെ അപേക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മിഥുനക്കൂറ് മകൈര്യം അരഭാഗം, തിരുവാതിര, പുണർദം 1/4 ഭാഗമാണ് മിഥുനക്കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് മാറുകയാണ്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നിങ്ങളായിട്ട് പോയി എടുത്തു ചാടാതിരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്പം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമായിരിക്കും ഇത്. ധനം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റിക്കപ്പെടാനും അതുപോലെ തന്നെ ധനനഷ്ടം സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ധൂർത്തും അനാവശ്യമായിട്ടുള്ള പണച്ചെലവും ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏത് തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ക്ഷമയോടെ നല്ല രീതിയിൽ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എടുത്തു ചാടിക്കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. അതോടൊപ്പം തന്നെ പുതിയ ബിസിനസ് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്നും തന്നെ പറ്റിയ സമയമല്ല ഇത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. തൽക്കാലത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ആ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മുന്നോട്ടേക്കായിട്ട് മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കർക്കടകക്കൂറ് പുണർദം ആദ്യത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കടകക്കൂറിൽ വരുന്നത്. കർക്കടകക്കൂറുകാർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇക്കൂട്ടരോട് ആദ്യം തന്നെ പറയാനുള്ളത്.
പണം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് പദ്ധതികളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ, പുതിയ ബിസിനസ്സോ മറ്റോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരല്പം മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആരോഗ്യകാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സംസാര രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതി മറ്റുള്ളവരുമായിട്ട് കലഹത്തിനുള്ള സാധ്യതയൊക്കെ വഴിവെക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹപ്രവർത്തകരോടും അതുപോലെ കുടുംബാംഗങ്ങളോടും ഒക്കെയും തന്നെ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപകട സാധ്യതയുള്ള എല്ലാ പ്രവർത്തികളും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജോലി സാധ്യത കാണുന്നുണ്ട്. നല്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇത്. അതുപോലെ തന്നെ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്വപ്ന പദ്ധതികൾക്ക് പറ്റിയൊരു സമയമാണിത്. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പ്ലാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ അനുകൂലമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് തുടരാവുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ മാറി വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ഓൾറെഡി ബിസിനസ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള പുരോഗതി തന്നെ വന്നു ചേരും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആഭരണ ലബ്ധി, ധനലാഭം, ഭക്ഷണസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിക്കൂറ്, ഉത്രം 1/4 ഭാഗം, അത്തം ചിത്തിര അരഭാഗവുമാണ് കന്നിക്കൂറിൽ വരുന്നത്. കന്നിക്കൂറുകാർക്ക് വ്യാഴം 9ാം ഭാവത്തിൽ നിന്നും 10ാം ഭാവത്തിലേക്ക് മാറുകയാണ്. കർമ്മസ്ഥാനത്ത് ക്ലേശാനുഭവം വരാനുള്ള സാഹചര്യം വന്നു ചേരും. ജീവിത മുന്നേറ്റത്തിന് ഒരു പരിധിയിലധികം ആരെയും ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അപകീർത്തിക്ക് ഇടവരുത്തുമെന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുജനങ്ങളുടെ അപ്രിയത്തിന് സാധ്യത കാലമാകയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുലാക്കൂറ്, ചിത്തിര അരഭാഗം, ചോതി, വിശാഖം 1/4 ഭാഗം എന്നിവയാണ് തുലാക്കൂറിൽ വരുന്നത്. തുലാക്കൂറുകാർക്ക് വ്യാഴം 8ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഫലപ്രാപ്തിയും ഉണ്ടാകും. പ്രണയിനികൾക്ക് പ്രണയസാഫല്യം നടക്കുന്ന ഒരു സമയമായിരിക്കും. അവിവാഹിതർക്ക് വിവാഹ സാധ്യത വർദ്ധിക്കും. പൊതുപ്രവർത്തകർ പ്രവർത്തന രംഗത്ത് ശോഭിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ അവസരമുണ്ടാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാഫല്യമാകുന്ന സമയമാണ് മുന്നിലുള്ളത്. വൃശ്ചികക്കൂറ്, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും താക്കീത് വരാതെ സൂക്ഷിക്കുക. മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും സൗമ്യമായി പെരുമാറാനായിട്ട് ശ്രമിക്കണം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. വിദ്യാർത്ഥികൾ അലസത വെടിയണം. ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി ചെയ്തു തീർക്കേണ്ടതും അത്യാവശ്യമാണ്. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് ധനുക്കൂറിൽ വരുന്നത്. ധനുക്കൂറുകാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ നിന്നും 7ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവം, പ്രണയസാഫല്യം, വിവാഹം, ദാമ്പത്യസുഖം, സ്ഥാനലാഭം, ഗൃഹസുഖം എന്നിവ ഫലം. അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കുകയും ബിസിനസ്സിൽ മെച്ചമുണ്ടാവുകയും ചെയ്യും. വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങുവാനും അവസരമുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മകരക്കൂറ് ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം അരഭാഗം എന്നിവയാണ് മകരക്കൂറിൽ വരുന്നത്. മകരക്കൂറുകാർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈശ്വര പ്രാർത്ഥനയിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതം സമാധാനപരമാകും. സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മാനസിക അകൽച്ച സ്ഥാനചലനത്തിനിടവരുത്തും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായിട്ട് വന്നേക്കാം. അപകടങ്ങൾ ഉണ്ടാവാതെയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാതെയും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കുംഭക്കൂറ് അവിട്ടം അരഭാഗം, ചതയം, പൂരുരുട്ടാതി 1/4 ഭാഗം എന്നിവയാണ് കുംഭക്കൂറിൽ വരുന്നത്. കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. മാനസികമായി ഉന്മേഷം കൈവരുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും. ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ധനവരവുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ച, മംഗല്യഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും. ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കും. മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറുകാർക്ക് വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായും ധനക്രയവിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്ത്രീകളിൽ നിന്നും അപവാദങ്ങൾ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. ദുശീലങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴമാറ്റം നിങ്ങളിൽ ഓരോരുത്തരിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.